പ്രധാന മേഖലകൾ മലയാള സാഹിത്യമാണ്. അദ്ദേഹം നാടകം രചിച്ചിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്, അനേകം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പലതരം പത്രങ്ങളുടെ പത്രാധിപനായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ആ കാലത്തെന്ന് പറയുന്നത് 1930-40 ആ സമയത്തുള്ള, അല്ലെങ്കിൽ 80-കൾക്കൊക്കെ 80 മുന്നൊക്കെ ആയിട്ടുള്ള സമയങ്ങളിൽ നവസാഹിതി, അതേപോലെ ഗോപുരം, സമീക്ഷ തുടങ്ങിയ ജേണലുകൾ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വൈ സോഷ്യലിസം എന്ന് പറയുന്ന ജയപ്രകാശ് നാരായണന്റെ പുസ്തകം വായിക്കുന്നത് വഴിയാണ് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് അടുപ്പം ഉണ്ടാവുകയും അല്പം കൺസർവേറ്റീവായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വൈ സോഷ്യലിസം എന്ന പുസ്തകം നിർണായകമായി അവരെ മാറ്റിമറിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അദ്ദേഹം മൂന്ന് പറയുന്നുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ചില കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ മന്ത്രിസഭ, EMSന്റെ മന്ത്രിസഭയ്ക്ക് വിമോചന സമരവുമായി ബന്ധപ്പെട്ട് വലിയ സമരത്തെ മുന്നോട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിൽ ഒരു പരിധിവരെ വിമോചന സമരത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയാകുകയാണ് ഗോവിന്ദൻ ചെയ്തത് എന്ന് ഉള്ള അങ്ങനെയല്ലാത്തതുമായ ചർച്ചകളുണ്ട്. എന്തായാലും സാനു മാഷ് എം ഗോവിന്ദനെ കുറിച്ചുള്ള ഒരു ബയോഗ്രഫി, സാനു മാഷ് തന്നെ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത് പൂർണ്ണമല്ല. കാരണം എം ഗോവിന്ദൻ്റെ സ്വകാര്യമായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാനു മാഷിന് പോലും, അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന സാനു മാഷിന് പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊരു പൂർണ്ണമായ ഒരു ചിത്രമല്ല. പക്ഷേ നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നോക്കുകുത്തി എന്നൊരു കവിത. ആ കവിത, നോക്കുകുത്തി അറിയാലോ, കണ്ണുകൊള്ളാതിരിക്കാൻ വേണ്ടി പാടത്തും അതെങ്കിൽ പുതിയ ഭവനം ഉണ്ടാക്കുമ്പോൾ അതിനു മുമ്പിലും ഒക്കെയായി വെക്കുന്ന നോക്കുകുത്തി, അത് പിന്നീട് സിനിമയായി മാറുന്നു. അതേപോലെ ആനന്ദിൻ്റെ ആൾക്കൂട്ടം എന്ന് പറയുന്ന നോവൽ എഴുതുന്ന സമയത്ത്, അതിനെക്കുറിച്ച് ആനന്ദ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എങ്ങനെ, അതിൻ്റെ ഒരു ക്രാഫ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് അതിയായ കൺഫ്യൂഷൻ ആനന്ദിനുണ്ടായിരിക്കുമ്പോൾ ആനന്ദ് എം ഗോവിന്ദൻ്റെ ദീർഘമായ ഉപദേശത്തിനും അതേപോലെ മാറ്റിയെഴുത്തിനും ഒക്കെ വിധേയമായിട്ടാണ് ആൾക്കൂട്ടം എന്ന നോവൽ ആനന്ദ് എഴുതുന്നത്. അപ്പോൾ അതാണ് പറയാനുള്ളത്. അതായത് എം ഗോവിന്ദൻ്റെ കൃതികളെക്കാളും അദ്ദേഹം മറ്റുള്ളവരിലേക്ക് പകർന്ന സ്വാധീനം വളരെ വലുതാണ്, ദാർശനികമായിട്ട്. അതാണ് എൻ്റെ ഒരു പ്രധാനം. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ TC പബ്ലിഷ് ചെയ്തിട്ടുള്ള എം ഗോവിന്ദൻ്റെ കവിതകൾ എന്ന് പറയുന്ന പുസ്തകം വാങ്ങാനിടയായി. ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വളരെ ദാർശനികമായ തലമുള്ള, പെട്ടെന്ന് നമുക്ക് വായിച്ചാൽ ഒരാവർത്തി വായിച്ചാൽ മനസ്സിലാവാൻ പറ്റാത്ത ആഴങ്ങളുള്ള ഒരു വരി മറ്റേ വരിയുമായി ഒരു തരത്തിലുള്ള ഈ പ്രാസത്തിന് വേണ്ടിയാണല്ലോ പലപ്പോഴും നമ്മൾ കവിത. ആ പ്രാസമൊന്നുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. വരികൾ തമ്മിലുള്ള ഒരു പ്രാസം ഒപ്പിച്ചിട്ടുള്ള പറച്ചലല്ല, മറിച്ച് ദാർശനികമായി ഉൾച്ചേർന്നിട്ടുള്ള വശങ്ങളെയൊക്കെ കുറിച്ചാണ് അദ്ദേഹം കവിത എഴുതിയിട്ടുള്ളത്. കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന വളരെ ദീർഘമായിട്ടുള്ളൊരു ലേഖനം. ആലോചിക്കണം, എം ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ യൗവനകാലങ്ങളിൽ കേരളത്തിൽ നടക്കുന്നത് ഏറ്റവും വലിയ മാർക്സിസ്റ്റ് സംവാദങ്ങളാണ്. UMS നമ്പൂതിരിപ്പാട് അതേപോലുള്ള ആൾക്കാരൊക്കെ കേരളം എന്ന് പറയുന്നത് ഒരു ജാതി, ഭൂമി, ജാതി, നാടുവാഴി, ജന്മിത്ത വ്യവസ്ഥയിലൂടെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞുന്ന ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തിക പരിസരം വളരെ ശക്തമായി മലയാള സമൂഹത്തിൽ ഉണ്ടാകുന്ന സമയത്താണ് അദ്ദേഹം ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം പറയുന്നത് MN റോയുമായിട്ട്, ജയപ്രകാശ് നാരായണയായിട്ട് ഒക്കെ അടുത്ത് സംവദിക്കാൻ എം ഗോവിന്ദന് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ള
ജാതിയെ വളരെ നേരത്തെ തന്നെ എഴുത്തുകളിൽ അഭിമുഖീകരിച്ചൊരു ആളാണ് എം ഗോവിന്ദൻ. എം ഗോവിന്ദൻ, എം വി ദേവൻ തുടങ്ങിയ ആൾക്കാരൊക്കെയാണ് ആ കാലത്ത് സജീവമായ മലയാള സാഹിത്യത്തിലും ചിത്രകലയിലും ഒക്കെ സജീവമായിട്ടുള്ള ആൾക്കാർ. അവർ ആ തലമുറ ഒരുപാട് സ്ഥാപനങ്ങൾ, കലാഗ്രാമങ്ങൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയും ഒരു ചിന്താ പ്രവർത്തനം, കല എന്ന് പറയുന്നത് ചിന്തയുടെ ഒരു ആവിഷ്കാരമാണ്, അതിൻ്റെ ഒരു ഉണ്മയുടെ പ്രകാശമാണ് എന്നൊക്കെ തരത്തിൽ വളരെ ദാർശനികമായിട്ട് കലയെ കണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനം, ആ ഒരു പറ്റം കവികൾ, എഴുത്തുകാർ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും നെടുകായത്വം ഉള്ള ആളാണ് എം ഗോവിന്ദൻ. അപ്പോൾ അത്രയൊക്കെയാണ് യഥാർത്ഥത്തിൽ വളരെ വളരെ സംക്ഷിപ്തമായിട്ട് എം ഗോവിന്ദനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സ്വയംവരം പോലുള്ള ചിത്രം അടൂർ ഗോപാലകൃഷ്ണൻ അത് ചെയ്യുന്നതൊക്കെ എം ഗോവിന്ദൻ്റെ ചില കഥകളെയൊക്കെ ആസ്പദമാക്കിയിട്ട് കൂടിയാണ്. അവരും തമ്മിലും നല്ല അടുപ്പം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ഈ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന് ഈ എം ഗോവിന്ദനുമായിട്ട് എന്താ ബന്ധം എന്നൊരു ചോദ്യം. ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ പോലും എന്താണ് എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എം ഗോവിന്ദൻ്റെ ദാർശനികതയായിരിക്കും ഒരുപക്ഷെ സ്കൂളിനെ പിടികൂടിയിട്ടുള്ള ഒരു ബാധ എന്നെനിക്ക് തോന്നി. അതിനേറ്റവും നിർണായകമായിട്ടുള്ളത് നിസാർ അഹമ്മദ് മാഷ്. നിസാർ മാഷിൻ്റെ ക്ലാസ്സുകളിൽ ഇരുന്നവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഒരു പ്രത്യേക വഴിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഉപേക്ഷിക്കില്ല. അങ്ങനെ ഒരു ഗുണം മാഷിൻ്റെ ക്ലാസ്സിനുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. കൊണ്ടുപോയി ഉപേക്ഷിക്കാതെ കൊണ്ടുപോയവിടൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കിയിട്ടാണ് പോവുക. ചില അധ്യാപകർ ഈ ദാർശനികത പഠിപ്പിക്കുമ്പോൾ ഏതെങ്കിലും കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടിട്ടിട്ട് അവർ മുങ്ങും, പിന്നെ നമ്മൾ കിടന്ന് പെടും. അപ്പോൾ നിസാർ മാഷിനെയൊക്കെ വളരെ നന്നായി സ്വാധീനിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ് എം ഗോവിന്ദൻ. അതുകൊണ്ടായിരിക്കും, ആ വഴിയിലായിരിക്കും ഗോവിന്ദൻ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്തായാലും എം ഗോവിന്ദൻ്റെ ഒരു കവിത വളരെ പ്രധാനമാണ്. ഒരുപാട് കവിത എഴുതിയിട്ടുള്ള ഒരാളായതുകൊണ്ട് 2-3 വരി പറയാം. അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര് ഹേ ഭഗവാൻ. അദ്ദേഹം ഗാന്ധിയനായിരുന്നില്ല, ഗാന്ധിയോട് കടുത്ത വിയോജിപ്പ് ഉണ്ടായിരുന്ന ആളാണ്. അത് ശക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. എവിടെ സമത്വം, സത്യം, സ്വാതന്ത്ര്യം? എവിടെ മനുഷ്യൻ മൂല്യങ്ങൾ? എവിടെ മതത്തിൻ സന്ദേശം? എവിടെ കരുണ മഹാത്മാവേ? പാതി മരിച്ചവരും മരണം കാത്തു കിടന്നവരും ശരണം വിളിയാൽ. എവിടെ കരുണ മഹാത്മാവേ? ദീർഘശ്വാസം, ദീനവിലാപം. എവിടെ ഗാന്ധിജി? എവിടെ പോയി? കൂനിയ നടു വടിയൂന്നി നിവർത്തി, കൂനിയ നടു വടിയൂന്നി നിവർത്തി, നിഴലിൽ നിഴൽ പോലൊരു വൃദ്ധൻ. എവിടെ സമത്വം, സത്യം, സ്വാതന്ത്ര്യം? ഇതൊരു കവിതയാണ്. അനേകം കവിതകളുണ്ട്. പല കവിതകളും വായിച്ച് നമ്മളൊരു ചൊല്ലുന്ന രീതിയിലേക്ക് ആക്കണമെങ്കിൽ ഏതാണ്ട് ഒരു 10-30 തവണ ആ കവിത വായിച്ച് ശീലിച്ചാൽ മാത്രമേ അത് അവതരണ രൂപത്തിലുള്ളൊരു കവിതയാക്കാൻ പറ്റൂ. ഇത് ഞാൻ വായിച്ചത് വളരെ ലളിതമായിട്ടുള്ള ഒരു കവിതയാണ്. അനേകം കവിതകളുണ്ട്. അദ്ദേഹം സംസ്കൃതത്തിൽ നല്ല ധാരണയുള്ള ആളായതുകൊണ്ട് പലപ്പോഴും സംസ്കൃത പദങ്ങളാണ് കൂടുതലും മലയാള കവിതകളിൽ വരുന്നത്. മഹാഭാരതവും രാമായണവും അതിലെ കഥാപാത്രങ്ങളും ഒക്കെ വരുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മനിഷ്ഠാപരമായ ഒരു പരിസരത്ത് നിന്ന് വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടല്ലോ, വയലാറിനുണ്ടല്ലോ അങ്ങനെ. വയലാറിൻ്റെ പാട്ടുകളൊക്കെ അങ്ങനെയാണ് പലതും. ഭയങ്കരമായിട്ടുള്ള ശകുന്തള അങ്ങനെയൊക്കെ. സുന്ദരിയെ പറയണമെങ്കിൽ വയലാറിന് ചുരുങ്ങിയതൊരു ശകുന്തളയൊന്നും വേണം, അങ്ങനെയൊക്കെ. പിന്നെ അത് അവരുടെ പരിസരമാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിനെ വിമർശനാത്മകമായി കാണാൻ കഴിഞ്ഞിരുന്നു എം ഗോവിന്ദന്. അത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ വളരെ സജീവമായിരുന്നു. ഇനി ഞാൻ കുഞ്ഞാമ്മ സാറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗോവിന്ദൻ മാഷാണ് എം ഗോവിന്ദനെ കുറിച്ചൊരു ചെറിയ ചിത്രം ഞാൻ തന്നു. കുഞ്ഞാമ്മൻ സാറിനെ പറ്റി പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ഒരു സദസ്സല്ല എന്ന് എനിക്കറിയാം. എങ്കിലും
ഒന്ന് രണ്ട് വാക്ക് പറയാണ്. കുഞ്ഞാമൻ സാറ് കെ എൻ രാജിൻ്റെ വിദ്യാർത്ഥി ആയിരുന്നു. അപ്പോൾ കെ എൻ രാജ് ആരാന്ന് പറയേണ്ടി വരും. കെ എൻ രാജിനെ അറിയാം ആൾക്കാർക്ക്. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്ലാനിങ്, സെക്കൻഡ് പ്ലാനിങ് പീരീഡാന്ന് തോന്നുന്നു. അദ്ദേഹം നെഹ്റുവിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഹാനായിട്ടുള്ള വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹമാണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ പഠിച്ചതാണ് കുഞ്ഞാമൻ സാറ്. രാജു മാഷ് അവിടെ പഠിച്ചതാണ്. ഞാനിവിടെ അവിടെ പഠിച്ചതാണ്. അങ്ങനെ ഒരു ബന്ധവും കൂടി അതിനുണ്ട്. അപ്പോൾ കുഞ്ഞാമൻ സാറ് അവിടെ MPhil പഠിക്കാൻ പോകുന്നു. അപ്പോൾ ആ കാലത്ത് ആലോചിക്കണം, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ ശക്തമായുള്ളൊരു ഡിബേറ്റാണ്. 1977 ശേഷമാണ് ആ ഡിബേറ്റ് വരുന്നത്. അത് ഇന്നും കേരള മോഡൽ ആണല്ലോ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സംഗതി. അതിനെ അന്ന് തന്നെ അദ്ദേഹം MPhil ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു പരിപ്രേക്ഷ്യത്തെ ചോദ്യം ചെയ്തിട്ടുള്ള ആളാണ് കുഞ്ഞാമൻ സാർ. അദ്ദേഹത്തിൻ്റെ MPhil ഡെസർട്ടേഷനിൽ ആദിവാസികളെ കുറിച്ചുള്ള വേജ്, ആദിവാസികളുടെ കൂലിയെ സംബന്ധിച്ചുള്ള ഒരു പഠനമായിരുന്നു. അത് നിർണായകമായി കൂലി എന്ന് പറയുന്ന വ്യവസ്ഥ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണ്, അത് കമ്പോളം നിർണ്ണയിക്കുന്നതാണ് എന്ന ധാരണയെ തെറ്റിച്ചുകൊണ്ട് ആദിവാസികൾക്ക് കൂലി കിട്ടുന്നത് സാധാരണ കൂലിക്ക് കുറവാണെന്നും അതിന് മറ്റു പല കാരണങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്ത, സമ്പദ് ശാസ്ത്രത്തിന് പുറത്തുനിന്നുള്ളൊരു നോട്ടവും നോക്കാൻ കഴിഞ്ഞിട്ടുള്ള ആദ്യ കാല ഒരു ക്രിറ്റീക്കാണ് യഥാർത്ഥത്തിൽ കുഞ്ഞാമൻ സാറുടെ വർക്ക് മുന്നോട്ട് വെച്ചത്. പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എഴുതി. കേരള വികസനത്തെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ എഴുതി. ഒരുപക്ഷെ പീപ്പിൾസ് പ്ലാനിങ് പ്രോഗ്രാമിൻ്റെ ഒക്കെ സമയത്ത് അതിൻ്റെ കാതലായ ഒരു ഐഡിയോളജിക്കൽ ബേസ്, ഒരു ഇന്റലക്ച്വൽ ബേസ് കുഞ്ഞാമൻ സാറേ. പക്ഷേ കേരളത്തിൽ തന്നെ എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാർക്സിസ്റ്റ് പിന്നെ ദാർശനികതയെ കുറിച്ചും മാർക്സിസ്റ്റ് ടെക്സ്റ്റുകളെ കുറിച്ചുള്ള ഇത്രമാത്രം ഗഹനമായ കാഴ്ചയുള്ള, അത് പഠിച്ചിട്ടുള്ള, അത് വായിച്ചിട്ടുള്ള, പലരും ഇതൊന്നും വായിക്കാതെ അത് വെച്ചടിക്കുക, അതുകൊണ്ട് ഞാൻ പറയുന്നത് പഠിച്ചിട്ടുള്ള ഒരാളാണ് കുഞ്ഞാമൻ സാർ. കുഞ്ഞാമൻ സാറ് എഴുതിയിട്ടുള്ളൊരു പുസ്തകം ഗ്ലോബലൈസേഷൻ ഇസ് എ മാർട്ടൺ പെർസ്പെക്റ്റീവ്, അത് ലഭ്യമാണ്. അതേപോലെ വികസന പരിപ്രേക്ഷ്യത്തെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ EPW പോലുള്ള മറ്റ് ഇൻ്റർനാഷണൽ ജേണലുകളായിട്ടുള്ള പലതരം സാമ്പത്തികശാസ്ത്ര ജേണലുകളിൽ എഴുതിയിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഒരിക്കലും അധ്യാപകരെ ബഹുമാനിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ആര്? കുഞ്ഞാമൻ സാർ. അധ്യാപകരെ നിങ്ങൾ ബഹുമാനിക്കേണ്ട കാര്യമില്ല, അധ്യാപകൻ പഠിപ്പിച്ചിട്ട് സംസാരിച്ചിട്ടൊക്കെ പോവുക, അതിനൊരു ബഹുമാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് പൊതുസമൂഹത്തോട് ധൈര്യപൂർവ്വം വിളിച്ചു പറയുകയും അദ്ദേഹത്തിൻ്റെ എതിര് എന്ന് പറയുന്ന ആത്മകഥാംശ ഉള്ള അദ്ദേഹത്തിൻ്റെ കൃതി ഒരുപക്ഷെ ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും, ഒരുപക്ഷെ വായിച്ചിട്ടുള്ള പലരും ഇതിലുണ്ടാവും. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു അംശമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞാമൻ സാറിനെ കുറിച്ച് അങ്ങനെ ഒരു ദീർഘമായിട്ടുള്ള ഒരു പരിചയപ്പെടലിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെയും അതൊരു പരിചയപ്പെടലായി മാറും. അതുകൊണ്ട് എല്ലാവരെയും ഈ ഒരു ടോക്കിലേക്ക്, ഈ മെമ്മോറിയൽ ലെക്ചറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കുഞ്ഞാമൻ സാറിനെ M. ഗോവിന്ദൻ മെമ്മോറിയൽ ലെക്ചർ 2023 ചെയ്യാൻ വേണ്ടി, അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ക്ഷണിക്കുന്നു.